ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് ലീബ്ര സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിംഗ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ലീബ്ര എന്താണ് മെസ്സേജസ് വരണമെന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ നോക്കാം. അപ്പോൾ ലീബ്ര എന്താണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഹാങ്ഡ് മാൻ ആണ്. സെവൻ ഓഫ് വാൻസ് വന്നിരിക്കുന്നു. 2 ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ. അപ്പം നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനിൽ ഞാൻ കാണുമ്പോൾ ഒരു പോസ് മാതിരി ഒരു എനർജി എന്ന് വെച്ചാൽ ഒന്നും മുമ്പോട്ട് പോണില്ല. ഓക്കെ, ഹാങ്ഡ് മാൻ ഒരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ്. ഹാങ്ഡ് മാൻ ഒരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോണില്ല. ഒരു എന്താ വേണ്ടതെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ തൽക്കാലം കുറേ ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് കുറച്ചൊരു ഫ്രസ്ട്രേറ്റഡ് എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ഇപ്പോൾ വേണ്ടതെന്ന് അറിയാത്ത ഒരു മാതിരി. ഓക്കെ, എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളും ഇപ്പോൾ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. വേണച്ചാൽ ഈ സിറ്റുവേഷൻ ഇവിടെ എൻഡ് ചെയ്യാം, അതല്ല വെച്ചാൽ മുമ്പോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഇത് എങ്ങനെയാണ് നിങ്ങളെ ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ പോണത് എന്താ വെച്ചാൽ അത് എങ്ങനെയായിരിക്കും നിങ്ങളെ ഫ്യൂച്ചറിൽ ബാധിക്കുക. അതാണ് ഇപ്പോൾ നിങ്ങൾ അത് പ്ലാൻ ചെയ്യാൻ നോക്കണത്. ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്താ വേണ്ടത്, ഇതെങ്ങനെ നടക്കുമോ, ഇതെങ്ങനെ വർക്കൗട്ട് ആവും, ഈ പേഴ്സൺ എങ്ങനെയാണ് എന്നെ കുറച്ച് ഫീൽ ചെയ്യണത്. അപ്പോൾ അങ്ങനത്തെ കുറേ മനസ്സിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഹാങ്ഡ് മാൻ വന്നിരിക്കണേ? അപ്പോൾ 7 ഓഫ് സോഡ്സിൻ്റെ എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്തോ ഞാൻ കാണുന്നത് ഒരു ചീറ്റിങ്ങിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇമോഷണൽ ബ്ലോക്സ് കുറേ ഉണ്ട്. ഈ സിറ്റുവേഷനിൽ ഒരു പേഴ്സൺ നിങ്ങളോട് ഈ പേഴ്സൺ നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ടാവില്ല. അതല്ല വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ടാവും, നിങ്ങൾ ഇവരുടെ കൂടെ ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ. ചില സീക്രറ്റ്സ് ഉണ്ട്. ഞാൻ കാണുന്നത് ഇപ്പോൾ നിങ്ങളൊരു ഡിസിഷനാണ് എടുക്കാൻ പോണത് നിങ്ങൾ രണ്ടാളും. അത് ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് ഇപ്പോൾ കൊണ്ടുപോകണോ വേണ്ടതെന്ന്. അപ്പോൾ എന്താണ് പാസ്റ്റിൽ ഈ റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്നത് ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ്റെ എനർജിയും കാണാണ്ട്. ഫിസിക്കൽ സെപ്പറേഷൻ അല്ല വെച്ചാൽ ഇതൊരു ഇമോഷണൽ സെപ്പറേഷൻ ആയിരിക്കാം. ഇവിടെ ഒരു പേഴ്സൺ ഹാപ്പി ആയിരുന്നില്ല. അത് നിങ്ങളാവാം, അവരാവാം. 8 ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ കാണുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ കാര്യങ്ങൾ സഡൻലി ഒരു മാറ്റം വന്നു. ഓക്കെ, ഈ സിറ്റുവേഷനിൽ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. എന്താണ് ഈ 8 ഓഫ് വാൻസ് ഇവിടെ കാണുന്നത്? ഫൂൾ. ഈ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആരാണ്? സൺ. 8 ഓഫ് കപ്സ് എന്താണ് ഇവിടെ? അപ്പോൾ ഞാനിവിടെ കാണുന്നത് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ കുറേ ഒരു ഹീലിംഗിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനെ ശരിയാക്കണം എന്നുണ്ടായിരുന്നു നിങ്ങൾ രണ്ടാൾക്കും. പിന്നെ ഞാൻ ഇവിടെ ഒരു ഫോർവേഡ് മൂവ്മെൻറ്റിൻ്റെ എനർജി കാണുന്നുണ്ട്. ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണ എനർജി കാണാനുണ്ട്. അപ്പോൾ പാസ്റ്റിലും നിങ്ങൾ രണ്ടാളും ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് ശരിയാക്കേണ്ടത് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിരുന്നു.
പക്ഷെ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, ഒരു സൺ എനർജിയുടെ കൂടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജി ഉണ്ട്. ഇതൊരു മദർലി എനർജിയാണ്, ഒരു വെരി എന്താ പറയുക, ഒരു വെരി സ്റ്റേബിൾ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആവാം, അതല്ല ഈ സിറ്റുവേഷനിൽ ഒരു തേർഡ് പാർട്ടി ആവാം. അപ്പോൾ അതിൻ്റെ കാരണം ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല. എന്താ വെച്ചാൽ ചില ബ്ലോക്സ് ഉണ്ട്. അതല്ല ഇത് നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ആവാം, അവരുടെ ഫാമിലിയിൽ ആരെങ്കിലും ആവാം, അവരുടെ മദർ ഇല്ല അവരുടെ വീട്ടിൽ ആരെങ്കിലും ഒരു ഫീമെയിൽ എനർജി, ഒരു മദറുടെ എനർജി, അങ്ങനത്തെ എന്തോ ഒരു എനർജി ഇവിടെ കാണാണ്ട്. അപ്പം എന്താണ് ഇവിടെ ഈ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അവർ ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യണത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അവരുടെ ഫീലിങ്സ് 3 of Cups ആണ്. അപ്പോൾ ആദ്യം ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, 9 of Cups. അവർക്ക് ആക്ച്വലി നിങ്ങളുടെ കൂടെ ഒരു റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. അതാണ് അവർ വിഷ് ചെയ്യണത്, അതാണ് അവർ പ്രാർത്ഥിക്കണത്. അത് ഇതിൽ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവണം എന്ന്. അവർക്ക് ഈ സിറ്റുവേഷനിൽ ഒരു ബാലൻസ് വേണം, ഒരു സ്റ്റെബിലിറ്റി വേണം. ഈ 3 of Cups എന്താണ് ഇവിടെ? അവർക്ക് പക്ഷെ കുറേ ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. എന്താ വെച്ചാൽ അവർക്ക് അറിയില്ല ഇത് വർക്കൗട്ട് ആവുമോ എന്ന്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചും അവർ സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ അവർ മാനിഫെസ്റ്റ് ചെയ്യണത് നിങ്ങളെയാണ്. ഓക്കെ, ഈ സിറ്റുവേഷനിലെല്ലാം ശരിയാവണം എന്നാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യണത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആദ്യം ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി, ഒരു ഫാമിലിയുടെ എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ അവരാണ് അങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യണ ഒരു നല്ല ഹാപ്പി ഒരു ഫ്യൂച്ചറിലെ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? ടെമ്പറൻസ്. നിങ്ങൾക്ക് ഇവിടെ ഹീൽ ചെയ്യണം, ഈ പേഴ്സണിൻ്റെ കൂടെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അറിയാം ചില പ്രശ്നങ്ങളുണ്ടെന്ന്, അതിനൊക്കെ ലെറ്റ് ഗോ ചെയ്യേണ്ട ആവശ്യം വരും എന്നും നിങ്ങൾക്കറിയാം. പാസ്റ്റിൻ്റെ കാര്യങ്ങൾ അതിനൊക്കെ വിട്ടിട്ട് വേണം മുമ്പോട്ട് പോവാൻ. നിങ്ങൾക്കും ഇവിടെ റീകൺസിലിയേഷൻ്റെ എനർജി തന്നെയാണ് വന്നിരിക്കണേ. അപ്പോൾ നിങ്ങൾക്കും അത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ എന്താണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച്, ബ്ലോക്ക്? ഈ സിറ്റുവേഷനിൽ ഏറ്റവും വലിയ ബ്ലോക്ക് 2 of Cups ആണ് വന്നിരിക്കണേ. 2 of Cups ഒരു ഈക്വൽ എനർജിയാണ്, രണ്ട് ഭാഗത്തിനും ഫീലിങ്സ് ഒരുമാതിരിയാണ്. പക്ഷേ 8 of Pentacles വന്നിട്ടുണ്ട് ഇതിൽ. പക്ഷേ കൂടുതൽ എഫേർട്ടിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ വേറെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടി ഞാൻ പറഞ്ഞ മാതിരി ഒരു അഫെയർ തന്നെ ആവണം എന്നില്ല, ഒരു ഫാമിലി ഇൻ്റർഫിയറൻസും ആവാം. ഫാമിലിയിൽ ആരോ ഈ സിറ്റുവേഷനിൽ ഇൻ്റർഫിയർ ചെയ്യണ എനർജിയും ആവാം. അപ്പോൾ ഔട്ട്കം എന്തായിരിക്കും? നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ചില ഡിഫിക്കൾട്ട് സമയം ആണ് ഇപ്പോൾ പറഞ്ഞാൽ, ചില ഇഷ്യൂസ് ഉണ്ട് ഇപ്പോഴും. ഓക്കെ, അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയണത് കുറേ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വേറെ ആൾക്കാരുടെ ഹെൽപ്പ് എടുക്കാൻ നോക്കുക. ഈ റിലേഷൻഷിപ്പിനെ ശരിയാക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ പുറമേയുള്ള ആൾക്കാരുടെ ഹെൽപ്പിൻ്റെ ആവശ്യം വരും. ഞാനിവിടെ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ്. കുറേ സ്റ്റേബിലിറ്റി വരാൻ പോകുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഈ പേഴ്സൺ മുമ്പേ എഫേർട്ട് ഇടുണ്ടായിരുന്നില്ല വെച്ചാൽ ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും എഫേർട്ട് ഉണ്ടാവും. ഹൈ പ്രീസ്റ്റസ് ഇവിടെ ഞാൻ കാണുന്നത് ഇൻറ്റ്യൂഷൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയണ വെച്ചാൽ ആ മെസ്സേജിനെ ശ്രദ്ധിക്കാനാണ് പറയണേ. ഇവിടെ 3 of Swords ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയാണ്. അപ്പോൾ എന്തോ ഇവിടെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉള്ള എനർജി ഉണ്ട്. പക്ഷേ ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജി ഉണ്ട്, ഒരു പുതിയ കമ്മ്യൂണിക്കേഷൻ വരണ എനർജി ഉണ്ട്, ഒരു സ്റ്റാഗ്നന്റ് ഫേസിന് പുറത്തു വരണ എനർജിയും കാണാണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജസ് ഇവിടെ എന്താണ് പറയണത്? Oracle message, true love. This is the romance of a lifetime എന്നാണ് വന്നിരിക്കണേ. Worth waiting for. Divine timing is at work in your love life. അപ്പോൾ ഇവിടെ വന്നിരിക്കണ എന്താ വെച്ചാൽ ഇതൊരു ട്രൂ ലവിൻ്റെ എനർജിയാണ് കാണുന്നത്. ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഈ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തത് അത് വർത്ത് വെയിറ്റിംഗ് ആണ്. ഈ റിലേഷൻഷിപ്പ് അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ എന്താണ് ഇവിടെ ലവ് ഹേറ്റ്. അപ്പോൾ ഇവിടെ ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് മാതിരി ഒരു എനർജി ഉണ്ട്. എന്താ അത്? ഫയർ സ്റ്റോം, കർമ്മ, ഡ്രാമ, എൻഡിങ്, ലോസ്, മെൻ്റൽ ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. കുറേ ഡ്രാമ, ചില ബ്രേക്കപ്സിൻ്റെ എനർജി. ഓക്കെ, അതൊക്കെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ഇവിടെ ടു അറ്റാച്ച്ഡ്. ഗിവ് യുവർ പാർട്ട്ണർ സം ബ്രീതിങ് റൂം.
ബീങ് ടു നീഡി ഡ്രൈവ്സ് ദം അവേ. അപ്പോൾ എവിടെയോ ഇവിടെ യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ കുറച്ച് അവർക്ക് സ്പേസ് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ അവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്കും കുറച്ച് സ്പേസിൻ്റെ ആവശ്യം ഉണ്ടാവും. ലോൺ വുൾഫ്, ആർ യു റിയലി എ ലോണർ ഓർ ആർ യു അഫ്രേഡ് ഓഫ് ലവിങ് സമ്മൺ ഹൂ കുഡ് ഹേർട്ട് യു? അപ്പോൾ രണ്ട് തരത്തിലും ഉണ്ട്. ചിലവർ കുറേ ഓവർലി അറ്റാച്ച്ഡ് ആയി പോവും, പിന്നെ ചിലവർ ഒട്ടും അറ്റാച്ച് അല്ല. പറഞ്ഞാൽ ഒരു മിഡ്വേ അല്ല നിങ്ങളുടെ എനർജി, ഈതർ ഇപ്പുറത്ത് ഇല്ല അപ്പുറത്ത്, പറഞ്ഞാൽ എക്സ്ട്രീം എനർജീസ് ആണ് കാണുന്നത്. അപ്പോൾ എവിടെയോ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിനെ ബാലൻസ് ചെയ്യാൻ അറിയണം. എന്താ വെച്ചാൽ നിങ്ങളുടെ ലീബ്ര സൈനാണ്, ലീബ്ര എന്നെ തുലം പറഞ്ഞാൽ ബാലൻസ്ഡ് എനർജിയാണ്. ഓക്കെ, അപ്പോൾ എവിടെയെങ്കിലും ഒരു ഇംബാലൻസ് വരുമ്പോൾ അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ റിഫ്ലക്റ്റ് ആവും. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സിലും ഒരു ബാലൻസ് വേണം. ടു അറ്റാച്ച്ഡ് ആയാലും കുഴപ്പമാണ്, കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായാലും നല്ലതല്ല, കുറേ ഒരു ഡിസ്റ്റൻസ് വെച്ചാലും അതും നല്ലതല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് വന്നിരിക്കണേ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസൊക്കെ ചോദിക്കാം. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.